വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷിയാക്കിയുള്ള മരുന്നുമായി കൈകളുയർത്തി മുട്ടുകുത്തി നിൽക്കുന്ന അവളുടെ തോഴിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഷിയാക്കു മയക്കത്തിൽ നിന്നുണരുന്നതുവരെ അങ്ങനെ അവൾ നിൽക്കണം. പറയാൻ പാടില്ലാത്തതെന്തെങ്കിലും ഷിയാക്കിയോടുണർത്തി പറഞ്ഞുവോ എന്ന് സെങ്കാവോ ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു അവളുടെ മറുപടി. എന്നാൽ അവളെ പുറത്തു കൊണ്ടുപോയി അടിക്കാനുള്ള ഉത്തരവ് സെങ്കാവോ ഇടുന്നത് കേൾക്കുന്നതോടെ ഷിയാക്കി ഉണരുന്നു. സെങ്കാവോ അവൾക്ക് മരുന്ന് നൽകുന്നു. വാൻമാനെ കുറിച്ച് അവൾ അന്വേഷിക്കുമ്പോൾ ഇനി അവൾ നിന്റെ സഹോദരിയായിരിക്കുമെന്നായിരുന്നു സെങ്കാവോ കൊടുത്ത മറുപടി. സെങ്കാവോ അവളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. രാത്രിയിൽ തൊട്ടപ്പുറത്തുള്ള മുറിയിലിരുന്ന് വാൻവാൻ ഇൻഹെങ്ങിനോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർക്കുന്നു. ഇൻ ഫാമിലിയിലെ നിഗൂഢതകൾ കണ്ടുപിടിക്കാനാണ് വാൻവാൻ അവിടേക്ക് വന്നിരിക്കുന്നത്. വാൻവാൻ റെഡിയായി താഴേക്ക് വരുമ്പോൾ ഷിയാക്കിയുള്ള മരുന്നുമായി വന്ന തോഴിയുടെ കയ്യിൽ നിന്നും മരുന്ന് അവളുടെ ദേഹത്താകുന്നു. പ്രത്യക്ഷത്തിൽ അവളോട് മോശമായി വാൻവാൻ പെരുമാറിയെങ്കിലും രഹസ്യമായി ഷിയാക്കിയുവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. സെങ്കാവോ അവളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അവൻ വരുന്നു. തൻ്റെ ദേഹത്ത് ഇവൾ മരുന്നാക്കി കാൽ പൊള്ളിയെന്ന് പറഞ്ഞവൾ സെങ്കാവോരോട് കംപ്ലൈൻറ്റ് പറയുന്നു. അവളെ പുറത്താക്കാനും പറയുന്നു. തനിക്ക് പുതിയ വസ്ത്രം വാങ്ങാനെന്ന വ്യാജാന അവളെയും കുട്ടി വാൻവാൻ പുറത്തിറങ്ങി. ഷിയാമയുടെ സഹോദരിയെക്കുറിച്ച് അറിയാൻ രഹസ്യമായി തോഴിയുമായി ധാരണയുണ്ടാക്കുന്നു. വസ്ത്രത്തിൽ നിന്നും പിഴിഞ്ഞെടുത്ത മരുന്ന് ഒരു കുപ്പിയിലാക്കി അവൾ വൈദ്യന്മാരെ കാണിച്ചെങ്കിലും അവരെല്ലാം അവളെ പിടിച്ച് പുറത്താക്കുന്നു. ഷിയാക്കി കുടിക്കുന്ന മരുന്നിൽ അവൾക്ക് സംശയമുണ്ട്. ഇടയ്ക്ക് വെച്ച് അവൾ ഷിയാബുവിനെയും കാണുന്നുണ്ട്. എന്നാൽ അവൻ അവളോട് തെറ്റിദ്ധാരണയോടെയാണ് സംസാരിച്ചത്. മിസ്റ്റർ ഷൻ വരാത്തതിനാൽ അടച്ചുപൂട്ടാറായ റെസ്റ്റോറൻറ്റ് വാൻമാൻ തൻ്റെ കഴുത്തിലെ വിലപിടിച്ച മാല ഊരിക്കൊടുത്ത് വീണ്ടും പ്രവർത്തിപ്പിക്കുന്നു. മിസ്റ്റർ ഷെന്നിനെ കുറിച്ച് അന്വേഷിച്ച് ആരൊക്കെയോ വരാറുണ്ടെന്ന് ജോലിക്കാരൻ അവളോട് പറയുന്നു. ഇൻ ഫാമിലിയിലെ മാനേജർ വാങ് അവിടെ വന്ന് മിസ്റ്റർ ഷെന്നിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. വാൻവാനെ കാണുന്നുമുണ്ട്. ഇൻ ഫാമിലിയിലെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് ഇൻഹെങ്ങിനെ താൻ സഹായിക്കുമെന്ന് വാൻവാൻ ചിന്തിക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.